പക്ഷെ ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം തകരുക, നീ ഇങ്ങനെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആവേണ്ടത്, നീ മിടുക്കനാവൂ. പറ്റണ്ടേ? അതൊരു അടിച്ചമർത്തപ്പെട്ട അവസ്ഥയാണ്. അത് ഉള്ളിന്റെ ഉള്ളിലുള്ള അന്ധതയാണ്. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറുന്നു. അന്തോനിസ് പുണ്യവാളനോട് പ്രാർത്ഥിക്കുന്നത് പോലെ, യൂദാ തദേവുസിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും. ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അഭിഷേകത്തെ നശിപ്പിക്കുന്ന സകല തിന്മകളെയും കെട്ട് ഇതാ ആധിപത്യങ്ങളെ, അനാചാരങ്ങളെ, അസ്വസ്ഥതകളെ, തിന്മയുടെ നാരക ശക്തികളെ നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം പഴയ നിയമത്തിൽ യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട വചനമാണ്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61 വേഴ്സ് 1. പഴയ നിയമത്തില് യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 61-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള വലിയ ഒരു പ്രവചന വചനമാണ്. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുക. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യെസ്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ വചന ശുശ്രൂഷ നടത്തപ്പെടുന്നത്, ഒരു വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുന്നത് എന്തിനു വേണ്ടി? നിങ്ങൾ ഇന്ന് ഈ ആശ്രമത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്തിനു വേണ്ടി? കൃത്യമായ ഉത്തരം വചനം പഠിപ്പിക്കുന്നു. ചില മേഖലകളിൽ ചില ദൈവിക ഇടപെടലുകൾ സംഭവിക്കണം. വചനം പറയാണ്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കണം. ഹൃദയം തകരുന്ന അവസ്ഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൃദയം തകർന്ന് ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹൃദയം തകർന്ന് ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി ഉണ്ടോ? ഹാർട്ട് അറ്റാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഹൃദയാഘാതം അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം തകരുക, ഹാർട്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം എന്ന് പറയുന്ന നമ്മുടെ ഓർഗൻ, അവയവം തകരുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അവസ്ഥ, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വിഷമം, സങ്കടം, ഭാരം. ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹത്തോട് ബന്ധപ്പെടുത്തിയാണ്. ഹാർട്ട് ഈക്വൽ ടു ലവ്. ഹൃദയം സമം സ്നേഹം. അങ്ങനെയല്ലേ? അല്ലേ? ഐ ലവ് യു എന്ന് പറയുമ്പോൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നത് എന്താ? ലവിന്റെ സ്ഥാനത്ത് ഹാർട്ടിന്റെ ഇമേജാണ്. ചുമന്ന ഹാർട്ട്, പച്ച ഹാർട്ട്, വെള്ള ഹാർട്ട്, അല്ലേ? പലതരം കളറുകളൊക്കെ അവൈലബിൾ ആണ് വാട്സപ്പിലെ. ഹാർട്ട് ഈക്വൽ ടു ലവ്. സ്നേഹമെന്ന് പറയുന്നതാണ് ഹൃദയം. അപ്പൊ സ്നേഹത്തിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതാണ് ഹൃദയത്തിന്റെ മുറിവ്. അത് ഉള്ളിലാണ് ഉണ്ടാവുന്നത്. ഈ മുറിവ് അവിടെ കിടന്നാൽ നമ്മുടെ സ്വഭാവത്തെ മുഴുവൻ നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കട്ടെ, ഉള്ളിലുണ്ടാവുന്ന വേദനയാണോ പുറമേ ഉണ്ടാവുന്ന വേദനയാണോ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്? കേട്ടില്ല. ഓൺലൈനിലുള്ളവർക്കും പറയാം. അതായത് ഉള്ളിലുള്ള വേദനയാണോ പുറമെയുള്ള വേദന? പുറമേയും വേദന ഉണ്ടല്ലോ. ഇപ്പൊ കൈ ഒടിഞ്ഞു, വേദനയുണ്ട്. കാലൊടിഞ്ഞു, വേദനയുണ്ട്. ആ വേദനയാണോ ഉള്ളിലുള്ള വേദനയാണോ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത്? ഉള്ളിലുള്ളത്. കാരണം
കാരണം പറ. കാരണം എന്താ? കാരണം മറ്റുള്ളവർക്കാർക്കും നിന്റെ ഉള്ളിലുള്ള വേദന മനസ്സിലാവില്ല. നിന്റെ ഉള്ളിലാണത്, നിന്റെ ഉള്ളിലാണ് ആ വേദന കിടക്കുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കും, നിനക്ക് എന്നാ പറ്റി? നീ ഇങ്ങനെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആവേണ്ടത്. നീ മിടുക്കനാവും. പറ്റണ്ടേ? ഉള്ളില് വിഷമം ഉണ്ടെങ്കിൽ, ഉള്ളില് ഭാരം ഉണ്ടെങ്കിൽ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് നമ്മളെ ഉപദേശിക്കാം, മറ്റുള്ളവർക്ക് നമ്മളെ കുറ്റപ്പെടുത്താം, മറ്റുള്ളവർക്ക് നമ്മളെ പലതരത്തിൽ വിഷമിപ്പിക്കാം. പക്ഷേ ഉള്ളിൽ കിടക്കുന്ന ഈ അവസ്ഥ ഇത് നമുക്ക് മാത്രമേ മനസ്സിലാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ ഈ വചന ശുശ്രൂഷ സമയത്ത് എന്നോടും നിന്നോടും പറയുന്ന കാര്യം, ഹൃദയം തകർന്ന അവസ്ഥ വചനം പഠിപ്പിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും. കണ്ടോ, പുറമെയുള്ളതല്ലെന്ന് അകത്ത്. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷകൻ, വളരെ പ്രശസ്തനായ ശുശ്രൂഷകനാ, അദ്ദേഹം സംസാര മധ്യത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ബ്രദറെ, നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ട്, എന്തിനെങ്കിലും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണോ? അപ്പൊ അദ്ദേഹം പറയാം, അച്ഛാ കാര്യം ശരിയാ, ഞാൻ വചന ശുശ്രൂഷയൊക്കെ നന്നായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് വർഷം മുമ്പുണ്ടായ ഒരു സംഭവം അതെന്റെ ഈ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുക. ഞാൻ ചോദിച്ചു, അത് കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടല്ലോ. അതേ, എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യം അതെന്റെ തലയ്ക്കകത്ത് കിടക്കുന്നു. എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര വെറുപ്പ്. വലിയ ശുശ്രൂഷകനാ. അദ്ദേഹം എന്നോട് പറയാം, അച്ഛാ ഇതെന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, ഓർക്കും തോറും ഭാരം, വെറുപ്പേ, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമയെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കും, പക്ഷേ അച്ഛാ എനിക്ക് ഈ കാര്യം ഓർക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ ഇങ്ങനെ കിടക്കുക, പുറമെ നല്ല പ്രസംഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാ. നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു, നമ്മളെ പീഡിപ്പിക്കുന്നു, കെട്ടിയിട്ടിരിക്കുന്നു. പിശാച് ചില കാര്യങ്ങൾ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നു. നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന IT കമ്പനി ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ, നല്ല മിടുക്കൻ, ഒന്നാം ദിവസം താമസിച്ചുള്ള ധ്യാനത്തിന് അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പൊക്കോട്ടെ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയേ? അച്ഛാ എനിക്കൊരു ശ്രദ്ധ കിട്ടുന്നില്ല. സംസാരിച്ച് വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സത്യമായിട്ടും അച്ഛാ എന്റെ പ്രശ്നം, എനിക്ക് ഒരു മനുഷ്യനെ പോലും മുഖത്ത് വിശുദ്ധിയോടെ നോക്കാൻ പറ്റുന്നില്ല. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഞാൻ ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് അശ്ലീല ചിത്രങ്ങളാണ് എൻ്റെ തലയിൽ വരുന്നത്. അച്ഛാ എനിക്ക് വിശുദ്ധിയോടെ എനിക്ക് ഒരാളെ നോക്കാൻ പറ്റുന്നില്ല. ഈ ചെറുപ്പക്കാരന്റെ അപ്പൻ പണ്ട് മരിച്ചുപോയതാ, അമ്മയുണ്ട്, അനുജത്തിയുണ്ട്. ഇവൻ പറയും, എൻ്റെ വീട്ടിൽ പോലും അച്ഛാ എൻ്റെ അവസ്ഥ ഇങ്ങനെയാ, എൻ്റെ അമ്മയുടെയും അനുജത്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ തലയിൽ അശ്ലീല ചിന്തകൾ വരുന്നു. സംസാരിച്ച് വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ഞാൻ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന് അടിമയാണ്. കൊറോണ കാലത്ത് തുടങ്ങിയതാ അച്ഛാ. സമയം ഇഷ്ടം പോലെയുണ്ട്, ഇന്റർനെറ്റും മൊബൈലൊക്കെ കയ്യിലുണ്ട്. അച്ഛാ കുറെ നാളുകൾ ആ കാലഘട്ടത്തിൽ വെബ് സീരീസും സിനിമയും കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. ഇപ്പൊ എൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ അച്ഛാ? ഞാൻ അവസാനം അശ്ലീല ചിത്രങ്ങൾ കാണുന്ന സൈറ്റുകളൊക്കെ അന്വേഷിച്ച് പോവുക. അച്ഛാ ഞാൻ എൻ്റെ ഉള്ളില് പലപ്പോഴും ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെ ആവരുതെന്നാണ് ആഗ്രഹം, പക്ഷേ ഇതൊരു അടിമത്തമാണ്, സ്ലേവറി. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനേക വ്യക്തികളെ നശിപ്പിക്കുന്ന, പുറമെ ആരും കാണുന്നില്ലല്ലോ, കയ്യിലെ മൊബൈൽ ഫോൺ, ഒറ്റയ്ക്കിരിക്കുന്നു, രാത്രികാലങ്ങളിലൊന്നും മാത്രമല്ല ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ കാണുന്ന കാഴ്ചകൾ ശ്രദ്ധിക്കണം. പിശാചി, ചെറുപ്പക്കാരൻ പറയാ, അച്ഛാ എന്നെ കെട്ടിയിട്ടിരിക്കുക, അച്ഛാ എൻ്റെ വീട്ടിലൊരു സ്വാതന്ത്ര്യ സന്തോഷമില്ല, എന്നെ കെട്ടിയിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതൊരു ബന്ധനമാണ്, അതൊരു അടിച്ചമർത്തപ്പെട്ട അവസ്ഥയാണ്, അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള അന്ധതയാണ്. ഇത് നമ്മൾ പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇങ്ങനെയുള്ള ചില അടിമത്തങ്ങൾ ഉണ്ട്. ഇന്ന് ഈശോ നിനക്കും എനിക്കും നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ഈ മേഖലയിൽ ഒരു സ്വാതന്ത്ര്യം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, വിടുതൽ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ.
ആമേൻ. ആമേൻ. ആമേൻ. എന്ത് നൽകാൻ? വിടുതൽ. പറഞ്ഞേ, വിടുതൽ. ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡെലിവറൻസ് എന്നാണ്. വിടുതൽ. വിടുതൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കെട്ടഴിക്കുക. കെട്ടിയിട്ടിരിക്കുന്ന ഒന്നിനെ അഴിക്കുക, അഴിക്കുക, റിലീസ് ചെയ്യുക. നിന്നെ ഏതെങ്കിലും തിന്മ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ കെട്ടിയിട്ടിരിക്കുന്ന തിന്മയിൽ നിന്നും നിന്നെ അഴിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 58 അധ്യായം 6 തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 58 വേഴ്സ് 6, 6 തിരുവചനം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും, നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും, നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും, മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും, മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും, എല്ലാ നുകങ്ങളും ഒടിക്കുകയും, എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്നു. ഉപവാസം കണ്ടോ? എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന? ഉപവാസം. വചനം പഠിപ്പിക്കുകയാണ്. ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക. ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക. പറഞ്ഞേ, ദുഷ്ടതയുടെ കെട്ട് പൊട്ടിക്കുക. പറഞ്ഞേ, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, നുകത്തിന്റെ കയർ അഴിക്കുക, നുകത്തിന്റെ കയറുകൾ അഴിക്കുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, നുകങ്ങൾ ഒടിക്കുക, നുകങ്ങൾ ഒടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തൊടിക്കുക? നഖങ്ങളല്ല, നുകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ അതിനെ ഒടിക്കുക. ഭാരത്തെ മാറ്റണം. ഉള്ളിന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഭാരപ്പെട്ട് 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 ഓർത്തോർത്തോണ്ടിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ? അവരിങ്ങനെ ഓർത്തോർത്തോണ്ടിരിക്കും. അയ്യോ, പണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ. ഇതിങ്ങനെ ഓർത്തോർത്തോണ്ടിരിക്കും. ഇല്ലെങ്കിൽ ചില ദുശീലങ്ങൾ ഉള്ളിൽ കിടക്കുന്നു. ഭാരം ഇങ്ങനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അനേക തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്, അടിച്ചമർത്തപ്പെട്ട അവസ്ഥയുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ഈ ലൂക്കാസ് വിശേഷം 4 അധ്യായത്തിൽ അതിന്റെ 21 തിരുവചനം ഒന്ന് വായിച്ചേ. ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 21. 4 അധ്യായം നമ്മൾ നേരത്തെ വായിച്ച വചനത്തിന്റെ തുടർച്ചയാണ്. 4 അധ്യായം അതിന്റെ 21 തിരുവചനം പറയുന്നു, അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ. അതാണ് വചന ശുശ്രൂഷയുടെ പ്രത്യേകത. ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ വന്നവരോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കർത്താവ് ഒരു സമ്മാനം തരുന്നെന്ന്. ആ സമ്മാനമാണിത്. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ഇത് സംഭവിക്കുന്നു. ഉച്ചത്തിൽ പറ ആമേൻ, 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 ആമേൻ. ഭർത്താവ് അപ്രതീക്ഷിതമായി ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയ ഒരു സ്ത്രീ പോട്ടാശ്രമത്തിൽ വന്നു. വീടിനടുത്തുള്ള ഒരു സ്ത്രീ കൂട്ടിക്കൊണ്ടുവന്നതാ. കുറെ നാളായിട്ട് വീടിന്റെ അകത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കുക. ആരോടും മിണ്ടിയാല. ഭർത്താവിന്റെ മരണം താങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നുള്ള ചോദ്യങ്ങളുണ്ട്. പള്ളിയും പ്രാർത്ഥനയൊക്കെ ഈ സ്ത്രീ നിർത്തി. കാരണം ഇതെന്നാ മര്യാദയില്ലാത്ത പരിപാടിയാ. ദൈവത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ആളെ എടുത്തോണ്ട് പോകാവോ? കുറേ ചോദ്യങ്ങള്, കുറേ ഭാരങ്ങള്. അപ്പൊ വീടിനടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വാ. അങ്ങനെയാണ് പോട്ടാശ്രമത്തിൽ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് പരിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക. പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അൽത്താരയിൽ ശുശ്രൂഷ നടത്തുന്ന വൈദികനിതാ വിളിച്ചു പറയാണ്, ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ ഉള്ളിൽ നീറുന്ന ദുഃഖമാണ്. ജീവിത പങ്കാളി മരിച്ചുപോയതിന്റെ ദുഃഖം. എന്നാൽ ആ ജീവിത പങ്കാളി ഇപ്പോൾ ആ സഹോദരിയുടെ ശിരസിന് മുകളിൽ നിന്ന് ആ സഹോദരിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ട മാത്രയിൽ ഞാൻ ഈ പറഞ്ഞ സഹോദരി വിശ്വസിച്ചു, യെസ്, എന്നെ കുറിച്ചാണ്. കർത്താവിന് എന്നെ മനസ്സിലായി. എന്നെ മനസ്സിലായി. എന്റെ ജീവിത പങ്കാളി മരിച്ചുപോയി, പക്ഷേ സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആ സ്ത്രീക്ക് കിട്ടിയ ഉണർവും ഉന്മേഷവും ഈ പോട്ടാശ്രമത്തിൽ തിരിച്ചു പോകുമ്പോൾ വന്ന പോലെയല്ല തിരിച്ചു പോയത്. മറിച്ച് വലിയ അഭിഷേകത്തോടുകൂടി സന്തോഷത്തോടുകൂടെ പോയി. എന്താ? ആ സ്ത്രീക്ക് ഒരു ബോധ്യം കിട്ടി, എൻ്റെ ജീവിത പങ്കാളി ദേ
എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അന്തോനിസ് പുണ്യവാളനോട് പ്രാർത്ഥിക്കുന്നത് പോലെ, യൂദാ തദേവുസിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും. ആ സ്ത്രീക്ക് കിട്ടിയ വലിയൊരു ബോധ്യം. അതാ വചനം പറയുന്നത്, നിങ്ങൾ ഇത് കേട്ടിരിക്കെ തന്നെ ഇത് നിന്നിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18 പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ഈ വചനത്തിന്റെ ശക്തി നമ്മിൽ നിറയും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ പറഞ്ഞ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. എല്ലാ നേരവും സ്തുതി പാടും, ഓസ്തിയിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്തിനെ ഓർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ അസ്വസ്ഥപ്പെടുന്നത്, പിറുപിറുക്കുന്നത്? ഒരുപക്ഷെ നാളുകളായി ചില മേഖലകളെക്കുറിച്ച് പിറുപിറുപ്പ് ഉള്ളിലുണ്ടാവും. എത്ര ശ്രമിച്ചിട്ടും ആ മേഖലയിൽ ഒരു രക്ഷ അനുഭവിക്കാത്ത ചില വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ ചില ധ്യാന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ പിറുപിറുക്കുന്ന നല്ലതല്ല എന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ വീണ്ടും വീണ്ടും പിറുപിറുക്കുന്ന ഒരു സ്വഭാവ രീതി നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണത്. എന്തിനെ ഓർത്തുകൊണ്ടാണ് നീ പിറുപിറുക്കുന്നത്? നിന്റെ വീട്ടിലെ അവസ്ഥ എങ്ങനെയുണ്ട്? നിന്റെ ജീവിത പങ്കാളി, വിവാഹം കഴിച്ചവർ ഈ സമയത്ത് ചിന്തിക്കുക, നിന്റെ ജീവിത പങ്കാളിയോട് നിനക്ക് സന്തോഷമാണോ, അത് ഏതെങ്കിലും കാര്യത്തിൽ പിറുപിറുത്തുകൊണ്ടാണോ ജീവിക്കുന്നത്? നിന്റെ മക്കളോടുള്ള നിലപാട് എങ്ങനെയാണ്? ഒരുപക്ഷെ മക്കൾ പഠിക്കുന്നില്ല, വിചാരിച്ചതുപോലെയല്ല അവർ വളരുന്നത്, അവരുടെ സ്വഭാവ രീതിയിൽ വ്യത്യാസം. ഒരുപക്ഷെ മറ്റ് കുട്ടികളെ വെച്ചൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പോൾ ചില കുറവുകളും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ മനോഭാവം? നമ്മൾ പിറുപിറുക്കുന്നുണ്ടോ? നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് നിനക്ക് പിറുപിറുപ്പുണ്ടോ? ഒരുപക്ഷെ ചില കുടുംബങ്ങളിലൊക്കെ സ്വത്ത് വിഭജനത്തിന് ശേഷം പിന്നീട് സംസാരിക്കാത്ത, എപ്പോഴും കലഹത്തിൽ മാത്രം കഴിയുന്ന ചില കുടുംബങ്ങളുണ്ടാവും. സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് പോലും ഒരു നല്ല വാക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വണ്ണം എപ്പോഴും പിറുപിറുക്കുന്നവരുണ്ടാവും. സഹോദരങ്ങൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ, അവരൊരു വീട് വെക്കുമ്പോൾ, അവരൊരു സ്ഥലം വാങ്ങുമ്പോൾ, അവർക്കൊരു നല്ല ജോലി കിട്ടുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു അവസ്ഥ? പലപ്പോഴും പിറുപിറുപ്പല്ലേ? നമ്മുടെ അയൽവാസികളോട് നമുക്ക് പിറുപിറുപ്പുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ നിനക്ക് ആരോടെങ്കിലും പിറുപിറുക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടോ? നിന്റെ ശുശ്രൂഷ വഴികൾ നീ ചിന്തിക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കും നീ. ഒരുപക്ഷെ നിന്റെ വ്യക്തിപരമായ ജീവിത അനുഭവമായിരിക്കാം. ഏതെങ്കിലും ശുശ്രൂഷ മേഖലയിലുള്ള വ്യക്തിയായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കുക, നിന്റെ ജീവിതത്തിൽ പിറുപിറുക്കുന്നൊരു സ്വഭാവ രീതി ഉണ്ടോ? കർത്താവേ, എൻ്റെ ഈ സ്വഭാവ രീതി അൾത്താരിൽ സമർപ്പിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിന്റെ ആക്ടിവിറ്റി, നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ നിനക്ക് ഒരുപക്ഷെ ഇങ്ങനെ പിറുപിറുക്കുന്നൊരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ അത് ഈ അൾത്താരിൽ സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന, കാലങ്ങളായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ പിറുപിറുക്കുന്ന സ്വഭാവ രീതിയെ
ഈ പരിശുദ്ധ അൽത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ മേഖലയിൽ ഒരു വിടുതൽ എനിക്ക് വേണം. ഈ മേഖലയിൽ കർത്താവ് നിന്റെ ശക്തി എന്നിൽ നിറയണം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്ക് ഈ 2 പേരായി ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കാമല്ലോ. സ്റ്റാൻഡ് ഫേസ് ടു ഫേസ്. ഓൺലൈനിലൊക്കെ നിൽക്കുന്നവരും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചു നിർത്തി അവരുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വയ്ക്കുക. കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഓൺ ദെയർ ഹെഡ് ആൻഡ് പ്രേ ഫോർ ദം. അവരുടെ ശിരസിൽ വലതുകരം വെച്ച്, അവരാരും ആയിക്കൊള്ളട്ടെ, ഡസന്റ് മാറ്റർ. നിങ്ങൾ 1 2 പേര് 2 3 പേരായിട്ട് നിന്നാലും തെറ്റില്ല. 2 3 പേരായിട്ട് നിന്നാലും തെറ്റില്ല. ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നവരൊന്ന് കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, എൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്ന ചില മുറുമുറുപ്പിന്റെ പിറുപിറുപ്പിന്റെ ചില മേഖലകളുണ്ട് കർത്താവെ. ഇപ്പോൾ ഈ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഈ മുറുമുറുപ്പിലൂടെ കടന്നു വന്നിട്ടുള്ള തിന്മയുടെ മേഖലകളെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. പ്രത്യേകമായിട്ട് ചില വ്യക്തികളുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിയും. നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് ഇപ്പോൾ അവരുടെ ശിരസിൽ വലതുകരം വെച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തിക്കെതിരായിട്ട് നീ സ്ഥിരമായിട്ട് അസ്വസ്ഥതയോടെ പെരുമാറുന്നുണ്ടെങ്കിൽ, ചില പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട്, ചില കാര്യങ്ങൾക്കെതിരായിട്ട് നിനക്ക് നിന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും. നിന്റെ ഗ്രൂപ്പിൽ ലീഡർമാർക്കെതിരെ ഉണ്ടാവും. ഇടവക വികാരിച്ചതിനെതിരെ പിറുപിറുക്കാം. കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെതിരെ പിറുപിറുക്കാം. നിന്റെ ദേശത്തുള്ള നേതാക്കന്മാർക്കെതിരെ പിറുപിറുക്കാം. നിനക്ക് പരിചയമുള്ള ചില വൈദികരോടായിരിക്കാം. ഈ സമയത്ത് പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ഉള്ളിലുള്ള ഈ പിറുപിറുപ്പിനെ ഇതാ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവെ ഈ വ്യക്തികളിലേക്ക് വെളിപ്പെടണം. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വേണം. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന ഇപ്രകാരമുള്ള തിന്മയുടെ ആറ്റിറ്റ്യൂഡിന്റെ പെരുമാറ്റ ശൈലികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. നിങ്ങൾ കൈവച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ മേൽ ഒരു അത്ഭുതകരമായ ദൈവശക്തി, ഓ പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. അഗ്നി ചിറകുള്ള ആത്മാവെ, ആശ്വാസദായകനെ, ഇതാ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ദൈവ മക്കളുടെ മേൽ അത്ഭുതകരമായ ഒരു ദൈവശക്തി വെളിപ്പെടാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയണമേ, കവിയണമേ, ഈ വ്യക്തിയിൽ നിറയണമേ. ആ വ്യക്തിയിലേക്ക് വേണ്ടി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ, ആത്മാവേ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് അവരുടെ മേൽ കർത്താവിന്റെ വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നത് വിശ്വസിക്കണം. ഇപ്പോൾ നീ കൈവച്ചിരിക്കുന്ന വ്യക്തിയുടെ മേല് ഇപ്രകാരമുള്ള പിറുപിറുപ്പിന്റെ കാരണം കൊണ്ട് ഏതെങ്കിലും അനർത്ഥങ്ങളോ രോഗങ്ങളോ പീഡകളോ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നോളമുള്ള ജീവിതത്തിൽ ഇവർക്ക് ചില തകർച്ചകൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ഈ വ്യക്തിയുടെ ആ തടസ്സങ്ങൾ എടുത്ത് മാറ്റി ഈ വ്യക്തിക്ക് അഭിഷേകം കൊടുക്കണമേ. രോഗപീഠകൾ എടുത്ത് മാറ്റപ്പെടട്ടെ. ശാപകെട്ടുകൾ കർത്താവ് വഴിക്കട്ടെ. ഈ വ്യക്തിയിലേക്ക് പുതിയൊരു അഭിഷേകം വെളിപ്പെടുന്നതിന്റെ അടയാളമായിട്ട് ആ വ്യക്തിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച ആ വ്യക്തിയെ ഒന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. കർത്താവെ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Put a cross on their forehead and bless and then turn towards the holy altar. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, stretch your both hands towards the holy altar and close your eyes. Wherever you are right now, remember one thing, that Jesus is coming to touch you. നിന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥമായിട്ടുള്ള ഏത് മേഖലയാണോ ആ മേഖലയിലേക്ക് കർത്താവിന്റെ ഒരു വലിയൊരു വെളിപ്പെടുത്തൽ സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം
2, 3 തിരുവചനം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യനിധി ശേഖരവും നൽകും. ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അഭിഷേകത്തെ നശിപ്പിക്കുന്ന സകല തിന്മകളെയും കെട്ട് ഇതാ ആധിപത്യങ്ങളെ, അനാചാരങ്ങളെ, അസ്വസ്ഥതകളെ, തിന്മയുടെ നാരക ശക്തികളെ നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഓ കർത്താവേ, ആത്മീയ വഴികൾ തുറക്കണമേ, അഭിഷേകത്തിന്റെ വഴികൾ തുറക്കണമേ, അഭിഷേകത്തിന്റെ വഴികൾ തുറക്കണമേ. യെശയ്യാ പ്രവചനം 22:22 ദാവീദ് ഭവനത്തിന് താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ വേറെ ആരും അടയ്ക്കുകയുമില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ എല്ലാ തടസ്സങ്ങളും കെട്ടഴിയപ്പെടട്ടെ, വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടട്ടെ. കർത്താവെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. എത്ര വലിയ ഭാരപ്പെട്ട മേഖലയാണെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി അഭിഷേകത്തോടുകൂടെ പുതിയ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും. ഈ ആശീർവാദം അതിനുള്ള സമയമാണ്. നീ വിശ്വസിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. നിറഞ്ഞിടുക, ഒന്നും കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, ഒന്നും കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, ഒന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, ഒന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ